ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം ടീച്ചിങ് എക്സാമിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ HSAയുടെ നോട്ടിഫിക്കേഷനുകളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയൊക്കെ ഏത് നിമിഷവും നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണ്. അതായത് ഗാന്ധിയൻ കാലഘട്ടം അല്ലെങ്കിൽ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം, ഗാന്ധി ആൻഡ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് എന്നൊക്കെ പറയുന്ന ഭാഗ്യം എല്ലാവർക്കും വളരെ വ്യക്തമായി ചോദിക്കുന്ന ഒരു സിലബസിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലെ. ഗാന്ധിജിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും നമുക്ക് സ്ഥിരമായി അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഹിസ്റ്ററിയുടെ ടോപ്പിക്കിലെ അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് ഗാന്ധി. ഒരു ഗാന്ധിയൻ മൂവ്മെന്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ഗാന്ധിയൻ സംഭാവനകളിൽ നിന്നുള്ള ഒരു ചോദ്യം എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇപ്പൊ ഈ മാറി വരുന്ന നമ്മളുടെ PSC പരീക്ഷകൾ നോക്കിയാൽ നമുക്ക് പൊതുവെ ഇപ്പോ ഇന്ത്യയില് ഗാന്ധിജിയുടെ സമരങ്ങൾ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ മടങ്ങി വരവ് മുതലുള്ള ആദ്യകാല സമരങ്ങളുണ്ട്. ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയതല പ്രക്ഷോഭമുണ്ട്. ദേശീയതല പ്രക്ഷോഭങ്ങൾക്ക് ശേഷമുള്ള ഒരു 10 വർഷ കാലഘട്ടമുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഒരു ദേശീയ തല പ്രക്ഷോഭങ്ങളുണ്ട്. ഇങ്ങനെ ഗാന്ധിയൻ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞാൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി അറിയാവുന്ന കാര്യങ്ങളുണ്ട്. അതായത് നമുക്കൊക്കെ കുറെ കാലങ്ങളായി പഠിച്ചവർക്കൊക്കെ ആണെങ്കിൽ എന്തായാലും ഗാന്ധിയൻ മൂവ്മെന്റിൽ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കുറേ ടോപ്പിക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണിത്, ഈ ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. പക്ഷേ ഈ ഗാന്ധിയൻ കാലഘട്ടം പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരം ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു കാര്യം പഠിച്ചെടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതായത് ഇൻ ബിറ്റ്വീൻ പീരീഡ് അത് നോക്കി. ഇപ്പൊ ഞാൻ ഗാന്ധിയൻ കാലഘട്ടത്തിലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, 1915 ജനുവരി 9 ജനുവരി 9 ഈ പറയുന്ന നമ്മുടെ ഗാന്ധിജി തന്റെ പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ദക്ഷിണാഫ്രിക്കൻ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്, ഗാന്ധിജിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് ഈ പറയുന്ന കാലത്തായിരുന്നു അല്ലെ. അങ്ങനെ ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധി ഇന്ത്യയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ പൊതുപരിപാടി എന്ന് പറയുന്നത് 1916 അദ്ദേഹം പങ്കെടുത്ത ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ, അതാണ് BHU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പൊതുപരിപാടി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധി പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയായിരുന്നു, ആദ്യ പൊതുപരിപാടി. അത് കഴിഞ്ഞാല് ഈ തൊട്ടു താഴെയുള്ള 1917 ചമ്പാരൻ ആണെങ്കിലും 1918 അഹമ്മദാബാദ്, അതേപോലെ തന്നെ അതേ വർഷം തന്നെ നടന്ന ഖേദ സത്യാഗ്രഹങ്ങളാണെങ്കിലും ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ അല്ലെങ്കിൽ ഏർലി സ്ട്രഗിൾസ് ഓഫ് ഗാന്ധിയാണ് അല്ലെ. ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ, ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധി ഇന്ത്യയിൽ നടത്തുന്ന ആദ്യകാല സമരങ്ങളാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹവും 1918 അഹമ്മദാബാദ് മിൽ സമരവും 1918 തന്നെ നടന്ന ഖേദ സത്യാഗ്രഹവും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യകാല പരിപാടികളാണ്. അതായത് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ 1915 മുതൽ നമ്മൾ ഗാന്ധിജിയുടെ ആദ്യകാല പരിപാടികൾ എന്ന നിലയിൽ വരെ പഠിക്കുന്ന 1918 വരെയുള്ള സമയം എടുത്താൽ നമുക്കതിൽ ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു ഉദാഹരണം ചമ്പാരൻ സത്യാഗ്രഹം നമുക്കെല്ലാവർക്കും അറിയാം അല്ലെ. ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം. ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു അല്ലെ. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധി നടത്തുന്ന ആദ്യത്തെ സത്യാഗ്രഹ പരിപാടിയായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ചമ്പാരൻ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഭൂപരിഷ്കരണ സമ്പ്രദായമായിരുന്ന തിങ്കതിയ വ്യവസ്ഥയ്ക്കെതിരെ അവിടുത്തെ നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ഒരു പ്രക്ഷോഭമായിരുന്നു അല്ലെ. അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെയാണ് 1918 ഗാന്ധി നടത്തിയ അഹമ്മദാബാദ് മിൽ സമരമാണെങ്കിലും അതേപോലെ തന്നെ ഖേദ സത്യാഗ്രഹമാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നികുതി രഹിത സമരമായിരുന്നു ഖേദ സത്യാഗ്രഹം. ഈ വിധത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എക്സാമിന് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ മാറി വരുന്ന PSC ചോദ്യ പേപ്പറുകൾ നോക്കിയാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ അതിനകത്ത് കയറി സ്റ്റേറ്റ്മെന്റ് വൈസ് വരാറുണ്ട് അല്ലെ. സ്റ്റേറ്റ്മെന്റ് വൈസ് ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നോ, ഇങ്ങനൊരു സംഭവം ഉണ്ടോ, നമ്മളെ ഫാക്ച്വലി തെറ്റിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റുകളിൽ വരും.
അപ്പൊ അത്ര മൈന്യൂട്ട് കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഈ ഓരോ ടോപ്പിക്കുകൾക്കും ഇടയിൽ നിലനിൽക്കുന്ന അത്ര മൈന്യൂട്ട് ഫാക്ടേഴ്സിനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായും സ്കോറിംഗിൽ വളരെ മുമ്പിലേക്ക് വരാൻ പറ്റും. കാരണം അതെന്തായാലും നമുക്കറിയാം, എന്തായാലും പറ്റും. കാരണം ആ മൈന്യൂട്ട് ഒബ്സർവേഷൻസ്, ഇപ്പോ ഞാൻ ഇവിടെ പറഞ്ഞത് ഈ പറയുന്ന ചമ്പാരൻ അതേപോലെയുള്ള സമരങ്ങളെ കുറിച്ചാണ്. നോക്കൂ, ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ അറസ്റ്റിലാകപ്പെട്ട ഒരു വർഷം, നമ്മുടെ ചമ്പാരൻ നടന്ന അതേ വർഷം തന്നെയാണ് ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ അറസ്റ്റിലാക്കപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1917. കണ്ടോ, ഈ ഒരു ഇയറിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആകുന്നത് അവിടെയാണ്. 1917 ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധി ഇന്ത്യയിൽ നടത്തുന്ന ആദ്യ സമരം അല്ലെങ്കിൽ ആദ്യത്തെ സത്യാഗ്രഹമായി നമ്മൾ കാണുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തെയാണ്. അതേ വർഷം തന്നെയാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റിലാകപ്പെട്ട വർഷം എന്ന് പറയുന്നതും ഈ 1917 എന്ന വർഷമാണ്. ഇത് നോക്കൂ, 1917 നമ്മുടെ ചമ്പാരൻ പഠിച്ച അതേ വർഷം തന്നെ നോക്കിയേ, ബ്രോച്ച് വിദ്യാഭ്യാസ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. 1917 ബ്രോച്ച് വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഗാന്ധിജി അധ്യക്ഷത വഹിച്ചു. ചർക്കയുടെ പ്രചാരണത്തിന് ഗാന്ധിജിയെ ഏറെ സഹായിച്ച ഗംഗാബഹൻ മജുംദാർ എന്ന വിധവയെ ഗാന്ധിജി പരിചയപ്പെടുന്നത് 1917 ബ്രോച്ച് വിദ്യാഭ്യാസ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന സമയത്തായിരുന്നു. കണ്ടോ, ഈ 1917 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ഇയറിനെ ഗാന്ധിയൻ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഗാന്ധിയൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ നമ്മൾ ആദ്യമൊക്കെ പഠിക്കുന്നതാണ് ചമ്പാരനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് എല്ലാം അറിയാമായിരിക്കും. പക്ഷെ ഈ ചമ്പാരൻ നടന്ന ഒരൊറ്റ വർഷത്തിൽ നമുക്ക് പിക്കപ്പ് ചെയ്യാവുന്ന PSCയുടെ ചോദ്യ മേഖലകളിൽ നിൽക്കുന്ന, എന്നാൽ PSCക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന മേഖലകളിൽ നിന്നുള്ള അല്ലെങ്കിൽ PSCയുടെ കുറച്ച് റിസോഴ്സുകളിൽ നിന്നുള്ള 2 മേജർ പോയിന്റുകളാണ് ഞാൻ ഇൻ ബിറ്റ്വീൻ ഈ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് 1917 ഗാന്ധിജി ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ആദ്യമായി അറസ്റ്റിലാകപ്പെടുന്ന വർഷം. അതേപോലെ തന്നെയാണ് 1917 ബ്രോച്ച് വിദ്യാഭ്യാസ സർവകലാശാലയുടെ ബ്രോച്ച് വിദ്യാഭ്യാസ സമ്മേളനത്തിൽ നമ്മുടെ ഗാന്ധിജി അധ്യക്ഷത വഹിക്കുന്നത്. ഈ സമ്മേളന വേദിയിൽ വെച്ചാണ് ചർക്കയുടെ പ്രചാരണത്തിന് ഗാന്ധിജിയെ ഏറെ സഹായിച്ചു എന്ന് പറയുന്ന ആരാണ്? ഗംഗാബഹൻ മജുംദാർ, അല്ലെ? ഗംഗാബഹൻ മജുംദാർ എന്ന വിധവയെ ആര് കണ്ടുമുട്ടുന്നത്? ഗാന്ധിജി പരിചയപ്പെട്ടത് അവിടെ വെച്ചിട്ടാണ്. കണ്ടോ, ഇൻ ബിറ്റ്വീൻ ദാറ്റ് പോയിന്റ് അത് എന്തായാലും ഒബ്സർവ് ചെയ്യുക. കാര്യം നമ്മളുടെ ചോദ്യം ഇടുന്ന അല്ലെങ്കിൽ PSCയുടെ ഫോക്കസിങ് ഏരിയകളിൽ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ നല്ലൊരു ഫോക്കസ്ഡ് പോയിന്റ് ആണ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട് 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിന്. 1917 ഗാന്ധിജിയും ഗാന്ധിയൻ കാലഘട്ടത്തിനും ഏറ്റവും എടുത്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടിയാണ് ഞാൻ ഇൻ ബിറ്റ്വീൻ ഇവിടെ ചേർത്ത് വെക്കുന്നത്. അതായത് ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഗാന്ധിയുടെ ഓരോ ചലനങ്ങളെയും നമ്മൾ നോക്കിക്കാണുന്നു എന്നത് HSA പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എസ്പെഷ്യലി സോഷ്യൽ സയൻസുകാർക്കൊക്കെ അവർക്കറിയാം, അല്ലെ? നിങ്ങൾക്ക് തന്നെ അറിയാം, HSC സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് നടക്കുന്നവർക്ക് എന്തായാലും ഇത്തരം ലിങ്ക്ഡ് പോയിന്റുകൾക്ക് വലിയ പ്രാധാന്യം അവർക്ക് അവിടെ വരുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ നമുക്കറിയാം 1919 എന്ന വർഷം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഈ 1919 എന്ന വർഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്ട് തീവ്ര ദേശീയതയുടെ അവസാന കാലഘട്ടവും, അല്ലെ? തീവ്ര ദേശീയതയുടെ അവസാന കാലഘട്ടമാണ്. അതേപോലെ തന്നെ നമ്മൾക്കറിയാം ഗാന്ധിയൻ കാലഘട്ടത്തിന്റെ ശക്തമായ ഒരു തുടക്കവുമാണ്. ഗാന്ധിയൻ കാലഘട്ടത്തിന്റെ ശക്തമായ ഒരു തുടക്കവും തുടങ്ങിയ വർഷമാണ് ഇത് 1919 എന്ന വർഷം, അല്ലെ? ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ വളരെയധികം ചലനങ്ങളും മാറ്റങ്ങളും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കും ഒരു ദേശീയ സമരങ്ങളിലേക്ക് ഗാന്ധിയെ ആനയിക്കപ്പെട്ട ഒരു വർഷം കൂടിയാണ് 1919 എന്ന വർഷം. അതായത് ഇന്ത്യയിൽ റൗലറ്റ് നിയമം എന്ന ഗാന്ധിജി പറഞ്ഞ കരിനിയമം ഇന്ത്യയിൽ ഔദ്യോഗികമായി നടപ്പിലാക്കപ്പെടുന്ന വർഷവും, റൗലറ്റ് നിയമത്തെ തുടർന്ന് പഞ്ചാബിൽ നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും, അതേപോലെ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാര് 1909 ശേഷം കൊണ്ടുവരുന്ന ഒരു പ്രധാന ഭരണപരിഷ്കാരമായ മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം അഥവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരം ഇന്ത്യയിൽ ദ്വിഭരണം നടപ്പിലാക്കപ്പെട്ടതും, ദ്വിഭരണം അല്ലെങ്കിൽ ഡയാർക്കി
ദ്വിഭരണം അല്ലെങ്കിൽ ഡയാർക്കി നടപ്പിലാക്കപ്പെട്ടതും അതേപോലെ ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ വളർച്ചയും. ഭയങ്കര ഇമ്പോർട്ടൻ്റാ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തിയെ കുറച്ച ഹിന്ദു മുസ്ലിം ഐക്യത്തെ വീണ്ടെടുക്കാനുള്ള ഒരു പ്രധാന ആശയമായി പിൽക്കാലത്ത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ മാറ്റം വരുത്തിയ ഒരു സംഭവമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം, അല്ലെ? ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തെ ശക്തി ആർജിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന ഹിന്ദു മുസ്ലിം യൂണിറ്റിയെ റീഗൈൻ ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും കൊണ്ടെത്തിക്കുക എന്ന ഒരു സംഭവം എന്തിലേക്ക് വരുന്നുണ്ട്? ഖിലാഫത്ത് പ്രസ്ഥാനം. കാര്യം ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാകുന്നത് ഒന്നാം ലോക മഹായുദ്ധാനന്തരം തുർക്കി സുൽത്താൻ അഥവാ ഖലീഫയോട് ബ്രിട്ടീഷ് ഭരണകൂടം കാണിച്ച വാഗ്ദാന ലംഘനത്തെ തുടർന്നിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടായതെങ്കിലും ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധിജിയാണ് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കുന്നത്. അതേപോലെ ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയതല പ്രക്ഷോഭമായ നിസ്സഹകരണ പ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. അതിന് ഗാന്ധിയെ പ്രേരിപ്പിച്ച ഒറ്റ ഘടകമേ ഉള്ളൂ, അത് ഹിന്ദു മുസ്ലിം യൂണിറ്റിയെ വീണ്ടെടുക്കുക. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യത്തിലൂടെ ശക്തി കൊണ്ടെത്തിക്കുക എന്ന ഗാന്ധിയൻ ഐഡിയോളജി അവിടെ നമുക്ക് കാണാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ ആ ഐഡിയോളജിയുടെ കാലഘട്ടത്തിൽ 1919 എന്ന കാലഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. മോത്തിലാൽ നെഹ്റു അടക്കമുള്ള നിരവധി ദേശീയ നേതാക്കൾ ഈ വേദിയിൽ പങ്കെടുത്തു. കാര്യം ഇത് ഒരിക്കലും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഇന്ത്യയിലെ ഓരോ ജനതയുടെയും പ്രശ്നമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ വീണ്ടെടുക്കുക എന്ന വളരെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം ഗാന്ധിജിക്ക് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി സത്യാഗ്രഹം അനുഷ്ഠിക്കപ്പെടുന്നത്. അങ്ങനെ ഗാന്ധിജി നോക്കിയേ, ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരുപാട് അറിയാം. ചമ്പാരൻ ആയിക്കോട്ടെ, അഹമ്മദാബാദ് മിൽ സമരത്തുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരമായിക്കോട്ടെ, നികുതി രഹിത സമരമായിക്കോട്ടെ, അതേപോലെ അദ്ദേഹത്തിന്റെ സത്യാഗ്രഹങ്ങൾ പിന്നെയും നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. പക്ഷേ 1919 നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം. റെജിനാൾഡ് ഡയറിനെയും മൈക്കിളോ ഡയറിനെയും ഉദ്ധം സിംഗിനെയും ഒക്കെ ജാലിയൻ വാലാബാഗിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. എന്തിനു പറയണം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാൻ നിയോഗിച്ച ഹണ്ടർ കമ്മീഷനെ വരെ നമ്മൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി ഒരു സത്യാഗ്രഹം നടത്തി. ആ സത്യാഗ്രഹം നടത്തിയത് മുംബൈ അല്ലെങ്കിൽ ബോംബെയിലായിരുന്നു എന്നത് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നൊരു പോയിന്റാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും? അയ്യോ, ജാലിയൻ വാലാബാഗിൽ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറേ സോൺസ് ഉണ്ട്. അവിടെ വെച്ച് നമ്മളെ മൈൻഡിനെ തെറ്റിപ്പിക്കാൻ അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പോയിന്റാണിത്, അല്ലെ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി സത്യാഗ്രഹം അനുഷ്ഠിച്ചത് എവിടെ വെച്ചിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മുംബൈയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ PSCക്ക് തന്നെ ഉറപ്പുണ്ട്, എല്ലാവർക്കും നന്നായി അറിയുന്ന കാര്യമാണ് ജാലിയൻ വാലാബാഗും റൗലറ്റ് ആക്ടും ഖിലാഫത്ത് പ്രസ്ഥാനവും ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരിക്കും. പക്ഷേ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ചില ഫാക്ടർ, അത് ഗാന്ധിയൻ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിയൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് ഉറപ്പിച്ചു പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെ? പക്ഷേ അവിടെ നിന്നും ഗാന്ധിജിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി സത്യാഗ്രഹം അനുഷ്ഠിക്കപ്പെടുന്നത് മുംബൈയിൽ വെച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ ബോംബെയിൽ വെച്ചിട്ടായിരുന്നു. അത് വളരെ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആണ്, അല്ലെ? അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സത്യാഗ്രഹ സമരം ആദ്യമായി പ്രയോഗിക്കുന്നത്, അല്ലെ? റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കരിദിനം ആചരിക്കാൻ പറയുകയും 1919 ഏപ്രിൽ 6 കരിദിനം ആചരിക്കാൻ പറയുകയും അതിനെ തുടർന്നാണ് ഗാന്ധിജി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സത്യാഗ്രഹ സമരം ആദ്യമായി പ്രയോഗിക്കുന്നത്. റൗലറ്റ് നിയമത്തിനെതിരെ 1919 മാർച്ച് 30 നടത്തിയ ഹർത്താലിന്റെ പേരിൽ ഏപ്രിൽ 1 എവിടെ പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഗാന്ധിജി അറസ്റ്റിലാകപ്പെട്ടു. കണ്ടോ, ഭയങ്കര റെയറാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ കേരള PSCയുടെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിസോഴ്സിൽ നിന്നുള്ള വിവരമാണ്. അത്തരം വിവരങ്ങളെ നമ്മൾ പിക്കപ്പ് ചെയ്യുന്നതിലിരിക്കും നമ്മുടെ റാങ്കുകൾ. നമ്മളെ അഥവാ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കുകയാണെങ്കിൽ ഇത്തരം ഫാക്റ്റുകൾ നിങ്ങളല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. HSAയുടെ എന്നല്ല, ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകളുടെയൊക്കെ ചോദ്യപേപ്പറുകൾ പരിശോധിച്ച് നോക്കി. നിങ്ങൾ അതിനകത്ത് സ്റ്റേറ്റ്മെന്റിൽ ഭയങ്കര ടഫായിട്ട് കാണപ്പെടുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്.
ഇവിടെ തന്നെ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സത്യാഗ്രഹ സമരം ആദ്യമായി പ്രയോഗിക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനവും ഒക്കെ അതിന്റെയൊക്കെ ഒരു പിൻവലിയാണ് അല്ലെ. ഈ റൗലറ്റ് നിയമത്തിനെതിരെ 1919 മാർച്ച് 30 അതായത് നമ്മുടെ ഗാന്ധിജി നടത്തിയ ഹർത്താലിന്റെ പേരിൽ അദ്ദേഹത്തെ ഏപ്രിൽ 1-ാം തീയതി, മാർച്ച് 30 കഴിഞ്ഞ് ഏപ്രിൽ 1-ാം തീയതി അദ്ദേഹത്തെ എവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്? പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്. കണ്ടോ, പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഗാന്ധിജി അറസ്റ്റിലായി എന്നതൊരു റയർ ഫാക്ടറാണ്. പക്ഷെ നമുക്ക് ചരിത്രത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാധനവുമാണ്. ഇനി നോക്കൂ, ഗാന്ധിജി യങ് ഇന്ത്യ എന്ന വീക്കിലി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഒരു പക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും, ഗാന്ധിജി ആരംഭിച്ച മാഗസീനായ യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മാഗസീൻ ആയിട്ടായിരുന്നു. എന്നാൽ 1919 കണ്ടോ, ഇതേ വർഷത്തിൽ ആണ് ഗാന്ധിജിയുടെ പത്രാധിപത്യത്തിൽ യങ് ഇന്ത്യ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ ജേർണൽ എന്ന് പറയുന്നതും ഈ യങ് ഇന്ത്യ തന്നെയാണ്. ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിക്കുന്ന ആദ്യത്തെ ജേർണൽ കൂടിയായിരുന്നു ഈ യങ് ഇന്ത്യ. അതും ആരംഭിച്ചത് എന്ന് തന്നെയാണ്. നോക്കൂ, 1919 കണ്ടോ, വളരെ പ്രധാനം. അതായത് ഗാന്ധിയൻ മുഖത്തോടി നിൽക്കുമ്പോൾ വളരെ പ്രധാനപ്പെടുന്ന, വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പ്രധാന പോയിന്റാണ് ഇത്. ഇത്തരം ഇയേഴ്സിൽ ഗാന്ധിയുമായി ബന്ധപ്പെടുത്തുന്ന, ഗാന്ധിയുടെ ആശയങ്ങൾ പങ്കുവച്ചിട്ടുള്ള മാധ്യമങ്ങളായിക്കോട്ടെ, സന്ദർഭങ്ങളായിക്കോട്ടെ, ഇൻസിഡന്റുകളായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, അതിനെ റയർ ഫാക്റ്റിൽ നിന്നും പിക്കപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ കാട് കയറി പഠിക്കണമെന്നല്ല. നമുക്ക് ജയിക്കേണ്ടതൊരു കേരള PSCയുടെ ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് കാട് കയറി പഠിക്കലല്ല, പക്ഷേ സിലബസിൽ ഇത്തരം ബ്ലഫിംഗ് പോയിന്റുകളെ, ഞാൻ അങ്ങനെ തന്നെ ആ വാക്ക് ഉപയോഗിക്കും, ഇത്തരം ബ്ലഫിംഗ് സ്റ്റേറ്റ്മെന്റുകളെ കണ്ടെത്താനുള്ള ഒരു കഴിവ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് നിങ്ങളെ നന്നായി ഹെൽപ്പ് ചെയ്യും, എക്സാമിന് നന്നായി ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾ എല്ലാവരും ബേസിക്കലി പരീക്ഷയ്ക്ക് പേടിക്കുന്നൊരു കാര്യം, പരീക്ഷ എളുപ്പമായിരിക്കോ പാടായിരിക്കോ, ടഫായാൽ ഞാൻ എന്ത് ചെയ്യും, അടുത്ത എൻ്റെ പരീക്ഷ ഇനി എന്ന് വരും, ഇനി എന്തെങ്കിലും വന്നാൽ എനിക്ക് എഴുതാൻ പറ്റുമോ, ഇതിനോട് ഒരുപാട് ആശങ്കകളിലൂടെ ആയിരിക്കും നിങ്ങൾ എന്തായാലും ഒരു ശരാശരി ഉദ്യോഗാർത്ഥി കടന്നു പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പരീക്ഷ ടഫായാൽ പോലും, ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ടഫ് ആക്കിയാൽ പോലും, ഞാൻ പറഞ്ഞല്ലോ ഇത്തരം ബ്ലഫിംഗ് പോയിന്റുകളെ പിക്കപ്പ് ചെയ്യുക, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പം ബേസിക്കലി ഇപ്പം നമ്മുടെ HSA സോഷ്യൽ സയൻസ് ക്ലാസ്, ഇതിലിപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരുണ്ടാവും, പുറത്തുനിന്നുള്ള കുട്ടികളുണ്ടാവും ഈ ഒരു ഇത് കാണുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ ഇത്തരം കാര്യങ്ങളെ ലിങ്ക് ചെയ്ത് അതിന്റെ ആപ്ലിക്കേഷൻ കൂടി ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ പഠിക്കാറുള്ളത് അല്ലെ. നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ അങ്ങനെ ഒരു കാര്യം ഭയങ്കരമായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം, അതായത് കുട്ടി ടയേർഡ് ആവരുത്. എക്സാം ഹാളിൽ പോയാൽ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥി എന്താവരുത്, ഞങ്ങളുടെ സ്റ്റുഡൻറ് എന്താകരുത്, ഒരിക്കലും ടയേർഡ് ആവരുത്. ഒരു ചോദ്യം കണ്ട് അവശയാകേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലെങ്കിലും ക്ലാസ്സിൽ ഇത്തരം രീതിയിലുള്ള ബ്ലഫിംഗ് പോയിന്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എലിമിനേഷൻ മെത്തേഡിലൂടെ ചില സ്റ്റേറ്റ്മെന്റുകൾ ഉത്തരങ്ങളിലേക്ക് എത്താനായിട്ടൊക്കെ നിങ്ങൾക്ക് പറ്റും. ഇപ്പൊ തന്നെ ഞാൻ 1919 എന്ന വർഷം പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളിൽ എല്ലാവർക്കും അറിയാം ഈ പറയുന്ന റൗലറ്റ് ആക്ടിനെയും ജാലിയൻ വാലാബാഗിനെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും അതേപോലെ മൊണ്ടേക്ക് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെയും അതൊക്കെ ഉണ്ടായത് 1919 നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഞാനിവിടെ പറഞ്ഞ 1919 എന്ന വർഷത്തിൽ ഞാനിവിടെ പറഞ്ഞു യങ് ഇന്ത്യ എന്ന ഒരു മാഗസീനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ അറസ്റ്റുകളും പൻവേൽ റെയിൽവേ സ്റ്റേഷന്റെ ചരിത്രങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അവിടെ ഒരു കണക്ഷൻ പോയിന്റ്. അപ്പം അതിനെ വിശദീകരിച്ച് പിടിക്കുക എന്നുള്ളതല്ല, പക്ഷെ ആ ബ്ലഫ് പോയിന്റുകളെ നമ്മളെ തെറ്റിപ്പിക്കാൻ, ഇങ്ങനൊരു സംഭവം ഉണ്ടായോ എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള ചില പോയിന്റുകൾ എപ്പോഴും PSC എടുത്തിടാറുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യരുത്, അത് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, കാട് കയറി പഠിക്കണം എന്നുള്ളത് ഞാൻ പറയില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം സിലബസിൽ അകത്ത് നിന്ന് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ആ ഉത്തരവാദിത്വം നമ്മൾ കൃത്യമായി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് നല്ല സ്കോർ കിട്ടും, നമുക്ക് ജോലി കിട്ടും. അത് കൃത്യമായി ഉപയോഗിക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ എപ്പോഴും ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം അതാണ്. നിങ്ങളിങ്ങനെ അവർക്ക് ഗ്രാജുവലി ആ ഒരു പ്രോസസ് ഓഫ് കോസ്റ്റ് ടൈമിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെ എന്താണ്, ഈ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ള കുറെ പോയിന്റ്സുകൾ തരാറുണ്ട്. ഹിസ്റ്ററിക്കൊക്കെ എന്തായാലും തരുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോ ഇനി നോക്കി, ഇനി 1919 കഴിഞ്ഞു എന്നിരിക്കട്ടെ, പിന്നീടുള്ള കുറച്ചു കാലമുണ്ട്. അതായത് ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയതല പ്രക്ഷോഭമായ നിസ്സഹകരണ പ്രസ്ഥാനം അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അതാണ് NCM എന്ന് എഴുതിയിരിക്കുന്നത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അത് കഴിഞ്ഞാൽ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങി
നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അവസാനിക്കുന്നത് 1920 തുടങ്ങി 1922 ചൗരി ചൗര സംഭവത്തോടു കൂടിയാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയതല പ്രക്ഷോഭമായ നിസ്സഹകരണ സമരം പിൻവലിക്കപ്പെടുന്നത്, അല്ലെ? അതേപോലെ 1924 ഈ ഒരു 10 വർഷക്കാലങ്ങളിൽ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം 1920 മുതൽ 1930 വരെയുള്ള ഈ ഒരു 10 വർഷ കാലഘട്ടത്തിൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അടുത്ത ഫാക്ട് ആണെന്ത്? 1924 ഗാന്ധിജിയുടെ ബൽഗാം സമ്മേളനം, ഗാന്ധിജി പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ INC സമ്മേളനവും ഒരൊറ്റ തവണയെ നമ്മുടെ ഗാന്ധിജി INC പ്രസിഡന്റ് ആയിട്ടുള്ളൂ, അതുമായിരുന്നു 1924 ബൽഗാം സമ്മേളനം എന്ന് പറയുന്നത്, അല്ലെ? അതേപോലെ തന്നെ ഗാന്ധിജി ഇടപെട്ടിട്ടുള്ള ഒരു സംഭവമാണ് 1927 സൈമൺ കമ്മീഷൻ, അല്ലെ? അതായത് 1919 ഇന്ത്യയിൽ കൊണ്ടുവന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെ കുറിച്ച് അല്ലെങ്കിൽ അത് പ്രകാരം നടപ്പിലാക്കിയ ഡയാർക്കിയെ കുറിച്ച് പഠിച്ച് പുതിയൊരു ഭരണപരിഷ്കാരത്തിനുള്ള സാധ്യതകളെ കുറിച്ച് പഠിക്കാനായി നിയോഗിച്ച കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ 1927. ഗാന്ധിയുമായി ബന്ധമുണ്ട്. ഇനി നോക്കിയേ, 1939 സിവിൽ നിയമലംഘന പ്രസ്ഥാനം, അതിലെയും നമ്മൾ കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കൂ, നിസ്സഹകരണ പ്രമേയം സംബന്ധിച്ച് അച്ചടിക്കാൻ കൊടുത്ത കരടിൽ അക്രമരഹിതം എന്ന വാക്ക് വിട്ടുപോയിരുന്നു. കണ്ടോ, അക്രമരഹിതം എന്ന വാക്ക് വിട്ടുപോയിരുന്നു. പിറ്റേന്ന് അച്ചടിച്ച കോപ്പികൾ തിരുത്തിയാണ് നിസ്സഹകരണം എന്ന വാക്ക് അക്രമരഹിതം എന്ന വാക്ക് വിട്ടുപോയിരുന്നു. പിറ്റേന്ന് അച്ചടി കോപ്പികൾ തിരുത്തിയാണ് നിസ്സഹകരണം എന്ന വാക്ക് ചേർത്തത്. ഇനി എന്താ? പഞ്ചാബ് ഖിലാഫത്ത് പ്രശ്നങ്ങളായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പഞ്ചാബിലെ അല്ലെങ്കിൽ പഞ്ചാബും ഖിലാഫത്ത് പ്രശ്നങ്ങളായിരുന്നു എന്ത്? നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം. പഞ്ചാബിലെ ജാലിയൻ വാലാബാഗും റൗലറ്റ് ആക്ടും അതേപോലെ തന്നെ ഖിലാഫത്തും ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തെ സ്വാധീനിച്ച ഘടകങ്ങളിൽ ഉൾപ്പെട്ടതായി നമ്മൾ പറയുന്നു. നോക്കൂ, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിയെ പ്രേരിപ്പിക്കുന്ന 1922 ചൗരി ചൗര സംഭവമാണ്, അല്ലെ? ചൗരി ചൗര ഗ്രാമത്തിൽ 22 പോലീസുകാരെ അഗ്നിക്കിരയാക്കി കൊന്ന അവിടുത്തെ ഒരു കർഷക പ്രക്ഷോഭത്തെ കുറിച്ചാണ് നമ്മൾ ചൗരി ചൗര സംഭവത്തിൽ നമ്മളൊക്കെ പഠിക്കുന്നത്. അത് നമുക്കറിയാം. എന്നാൽ 1922 ഗാന്ധിജിയെ 6 വർഷത്തെ തടവിന് ശിക്ഷിച്ചത് ജസ്റ്റിസ് ബ്രൂംഫീൽഡ് ആയിരുന്നു. ജസ്റ്റിസ് ബ്രൂംഫീൽഡ് അദ്ദേഹത്തിന്റെ ഒരു വിധി പ്രസ്താവമൊക്കെ നമ്മുടെ 12th ലെവലോ 11th ലെവലോ ആയിട്ടുള്ള നമ്മുടെ NCERT-യിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു വിധി പ്രസ്താവം എങ്ങനെയാണ് എന്നുള്ളത്. അതിനകത്ത് ഗാന്ധിജിയെ വളരെയധികം പ്രകീർത്തിക്കുന്ന ഒരു ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് എന്ന ജഡ്ജിനെ കുറിച്ച് നമുക്ക് നമ്മുടെ NCERT പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിലെ ലേഖനങ്ങളുടെ പേരിലാണ് 1922 മാർച്ച് മാസത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഗാന്ധിജിയെ 6 വർഷത്തെ തടവിന് നമ്മുടെ ഈ പറയുന്ന ബ്രൂംഫീൽഡ് എന്ന ജഡ്ജ് ശിക്ഷിക്കുന്നത്. അവിടെയാണ് കണ്ടോ 1919 ഈ യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം 1919 ഈ യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയതല പ്രക്ഷോഭമായ നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഏത് വിധത്തിൽ സ്വാധീനിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അവരെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു പ്രധാന പോയിന്റാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. 1922 രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഗാന്ധിയെ 1922 മാർച്ചിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഗാന്ധിജിയെ ശിക്ഷിച്ച ജഡ്ജാണ് ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന ബ്രൂംഫീൽഡ്. അപ്പോ ആ പറയുന്ന കാരണത്തിലേക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം യങ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ വന്ന ലേഖനങ്ങളായിരുന്നു. ദേശീയതയെ ശക്തി ആർജിപ്പിക്കുന്നതിനു വേണ്ടിയും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഒരു സ്വരാജ്യത്തിലേക്കുള്ള നീക്കത്തെക്കുറിച്ചുമൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള നിരവധി ലേഖനങ്ങൾ അന്ന് യങ് ഇന്ത്യയിലൂടെ ഇന്ത്യൻ ജനതയിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ശക്തമാവുകയും ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു മുസ്ലിം ഐക്യം വീണ്ടെടുക്കപ്പെടുകയും ചെയ്തു. ആ ഒരു ശക്തി അന്നത്തെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ ഒന്നാമത്തെ ദേശീയതല പ്രക്ഷോഭമായ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഫലങ്ങളിൽ നമുക്ക് പറയാൻ സാധിക്കും, അല്ലെ? ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഞാനിപ്പോ പറഞ്ഞ സൈമൺ കമ്മീഷനിലേക്ക് വരാം. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെടാൻ കാരണം അതിൽ നമുക്കറിയാം ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. കാരണം അതിനെ നമ്മൾ വിളിച്ചിരുന്നത് എന്തായിരുന്നു? ഓൾ വൈറ്റ് കമ്മീഷൻ എന്നായിരുന്നു നമ്മൾ അതിനെ അറിയപ്പെടുന്നത്, അല്ലെ? ഇന്ത്യക്കാരനെ വിളിച്ചത് പോലും ഓൾ വൈറ്റ് കമ്മീഷൻ, എല്ലാവരും ഇംഗ്ലീഷുകാരായിരുന്നു, അല്ലെ? അപ്പോ സ്വാഭാവികമായും ഒരൊറ്റ ഇന്ത്യക്കാരൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരുന്നു ഗാന്ധിജിയും ഇതിനെ ബഹിഷ്കരിക്കണമെന്ന ഇത് വന്നത്. അപ്പോ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവും ആ മുദ്രാവാക്യം സമ്മാനിച്ച യൂസഫ് മൊഹറലിയെ കുറിച്ചുമൊക്കെ അല്ലെങ്കിൽ യൂസഫ് മൊഹറലിയാണ് ഗാന്ധിജിക്ക് മുന്നിൽ സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ആവിഷ്കരിച്ച് നൽകുന്നത്.
ഇനി ഈ 1927 ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ നടക്കുന്ന ഒരു പ്രധാന സംഭവമാണ് 1928 നടന്ന ബർദോളിയിലെ നികുതി നിഷേധ സമരം നയിക്കാൻ ഗാന്ധിജി നിയോഗിച്ച വ്യക്തിയായിരുന്നു ആര്? വല്ലഭായ് പട്ടേൽ. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റാണ്. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നമ്മുടെ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകുന്നത്. ഗാന്ധിജിയാണ് സർദാർ എന്ന ബഹുമതി വല്ലഭായ് പട്ടേലിന് നൽകിയതുമെന്നും അറിയാം. ഇനി പോട്ടെ, നമുക്കറിയാം ഗാന്ധിജിയുടെ ജീവചരിത്രക്കുറിപ്പ്. ഗാന്ധിജിയുടെ ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജീവചരിത്രക്കുറിപ്പല്ല, ആത്മകഥ എന്ന് പറയുമ്പോൾ, ഗാന്ധിജിയുടെ ആത്മകഥ എന്ന് പറഞ്ഞാൽ മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അല്ലെ? നമുക്കറിയാം ഇത് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഗുജറാത്തി ഭാഷയിലാണ്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഗുജറാത്തി ഭാഷയിലാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്കറിയാം. പൂനെയിലെ എർവാദ ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതി തുടങ്ങിയത്. കണ്ടോ, പൂനെയിലെ എർവാദ ജയിലിൽ വെച്ചിട്ട് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതി തുടങ്ങുന്നത്. എർവാദ ജയിൽ നിയമലംഘന പ്രസ്ഥാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എർവാദ ജയിലിന്റെ സ്വാധീനവും പൂനെ കരാറിനെ കുറിച്ചുമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പൂനെയിലെ എർവാദ ജയിലിൽ വെച്ചിട്ടാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതി തുടങ്ങുന്നത്. ഓക്കെ, അഹമ്മദാബാദിൽ നിന്ന് അച്ചടിച്ചിരുന്ന നവജീവൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആത്മകഥ ആദ്യമായി മഷി പുരണ്ടത്. 1925 അവസാനം മുതൽ 1929 ഫെബ്രുവരി വരെയായിരുന്നു പ്രസിദ്ധീകരണം. പിന്നീട് ഇംഗ്ലീഷ് പരിഭാഷ യങ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചു. ഇവിടെ ഞാൻ മോളിൽ പറഞ്ഞു എർവാദ ജയിലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. എർവാദ ജയിലിന്റെ പ്രാധാന്യം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ പൂനെ കരാറ് സമയത്തെ എർവാദ ജയിലാണ്. പക്ഷേ ഇവിടെ നോക്കൂ, എർവാദ ജയിൽ മറ്റൊരു പ്രാധാന്യത്തിലേക്ക് വരുന്നത്. പൂനെ കരാർ നടക്കുന്നത് 1932 സമയങ്ങളിലാണ്, അല്ലെ 30കൾക്ക് ശേഷമാണ് നമ്മുടെ പൂനെ കരാർ പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത്. നിയമലംഘനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പൂനെ കരാറിലേക്കൊക്കെ വരുന്നത്. പക്ഷേ അവിടെയാണ് നമ്മൾ എർവാദ ജയിലിന് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഗാന്ധിജി കിടന്ന ജയിലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ചോദ്യങ്ങളിൽ. അപ്പൊ ഇവിടെ നോക്കിയാൽ അഹമ്മദാബാദിൽ നിന്ന് അച്ചടിച്ചിരുന്ന നവജീവൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ് ഈ പറയുന്ന ആത്മകഥ ആദ്യമായി മഷി പുരണ്ടത്. 1925 അവസാനം മുതൽ 1929 ഫെബ്രുവരി വരെയായിരുന്നു പ്രസിദ്ധീകരണം. പിന്നീട് ഇംഗ്ലീഷ് ഭാഷ യങ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിൽ ഇത് യങ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കണ്ടോ, വീണ്ടും നമ്മളിവിടെ യങ് ഇന്ത്യയുടെ പ്രാധാന്യത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നോക്കിയേ, പൂനെയിലെ എർവാദ ജയിലിൽ വെച്ചിട്ടാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതി തുടങ്ങുന്നത് എർവാദ ജയിൽ വാസ കാലഘട്ടങ്ങളിലായിരുന്നു. ഓക്കെ, ഇനി നോക്കൂ, ബാല്യം മുതൽ 1921 വരെയുള്ള സംഭവങ്ങളാണ് ആത്മകഥയിൽ വിവരിച്ചിരിക്കുന്നത്. ആത്മകഥ എഴുതാൻ ഗാന്ധിജിയെ നിർബന്ധിച്ച സന്യാസിയും ഗുജറാത്തി എഴുത്തുകാരനും ഗാന്ധിയൻ ആക്ടിവിസ്റ്റുമായ സ്വാമി ആനന്ദാണ്. സ്വാമി ആനന്ദാനന്ദ് ആത്മകഥ എഴുതാൻ ഗാന്ധിയെ നിർബന്ധിച്ച സന്യാസിയും ഗുജറാത്തി എഴുത്തുകാരനും ഗാന്ധിയൻ ആക്ടിവിസ്റ്റുമായിരുന്ന സ്വാമി ആനന്ദാനന്ദ് അദ്ദേഹത്തെ ഈ ആത്മകഥ എഴുതുവാനായി പ്രേരിപ്പിച്ചത്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഗുജറാത്തി ഭാഷയിലെ ശീർഷകം ഇമ്പോർട്ടന്റ്, സത്യാനപ്രയോഗ ആത്മകഥ എന്നായിരുന്നു, അഥവാ ആത്മകഥ എന്നായിരുന്നു. കണ്ടോ, ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഗുജറാത്തി ഭാഷയിലെ ശീർഷകം എന്ന് പറഞ്ഞാൽ സത്യാനപ്രയോഗ എന്നായിരുന്നു. കണ്ടോ, ഇത്തരം റയർ ഫാക്റ്റുകൾ, ബ്ലഫ് പോയിന്റ് പാർട്ടിക്കിൾ നമ്മൾ എന്ത് ചെയ്യണം, പിക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇത്തരം ബ്ലഫിംഗ് പോയിന്റുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇത്തരം ബ്ലഫിംഗ് പോയിന്റുകളെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതിനുള്ള മെറ്റീരിയൽസ് ചിലപ്പോൾ കേരള PSCയുടെ സോഴ്സിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള ഒരു ലേണിംഗ് പാറ്റേണിലേക്ക് നിങ്ങൾ എത്തണം. ഇനിയും നമുക്ക് നിയമലംഘനവും ഗാന്ധിയും കാലഘട്ടത്തിൽ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. യൂട്യൂബാണ്, നിങ്ങൾക്കറിയാം, നമുക്ക് കുറച്ച് സമയപരിമിതികളുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സുകൾ നിങ്ങൾക്ക് നന്നായിട്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിയൻ കാലഘട്ടത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് വെക്കുക. ഇൻ ബിറ്റ്വീൻ കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചിപ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് വാരിയിടുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ വെറുതെ വായിച്ചു പഠിക്കലായിരിക്കരുത്, നമുക്ക് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടണം, സിലബസിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിങ്ങനെ എടുത്തിടുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ HSAയുടെ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ HSAയുടെ രണ്ടാമത്തെ ബാച്ച് 2.0 സോഷ്യൽ സയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ലൈവ് കം റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളുടെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നുണ്ട്. സോഷ്യൽ സയൻസും ഉടൻ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ അല്ല, എക്സാം ഡേറ്റ് ഉടൻ തന്നെ വരുന്നതാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ തീർച്ചയായും ഇനിയും എക്സാം പ്രിപ്പറേഷൻ ഒന്നും തുടങ്ങാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ഫീസാണ്, നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ഫീസിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ നമ്മൾ സൈലത്തിൽ നിന്ന് തരാറുണ്ട്. അപ്പോൾ നമ്മുടെ സൈലം
PSCയുടെ സൈലം ടീച്ചിങ് എക്സാമിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ HSA പരീക്ഷയ്ക്ക് ഇനിയും സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ നമ്മുടെ 2.0 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ലൈവ് കം റെക്കോർഡഡ് ബാച്ചുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനായിട്ടുള്ള ടെലഗ്രാം ചാനലുകൾ, മെന്റർഷിപ്പ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ലഭിക്കുന്നുണ്ട്. കോഴ്സ് ഫീസ് 3999 രൂപയാണ് കേട്ടോ. കൂടുതൽ എൻക്വയറികൾക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ മനോഹരമായ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഞാൻ പോകുന്നു. Bye bye.